+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതാനിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എല്ലാവരും എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ നമുക്ക് മലയാളത്തിൽ വരുന്ന ഒരു പേപ്പറാണ് മലയാള കവിത ആധുനികം എന്നുള്ള പേപ്പർ. അപ്പോൾ ഈ ഒരു പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു മലയാള കവിത ആധുനികം എന്ന് പറയുന്ന പേപ്പറിൽ ടോട്ടൽ നമുക്ക് 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. നമുക്കറിയാം തിയറി പേപ്പേഴ്സിന് കംപ്ലീറ്റ് നമുക്ക് 70 മാർക്കാണ് വരുന്നത്. അപ്പോൾ 3 മണിക്കൂറിന്റെ എക്സാം ആണ്. 70 മാർക്ക് വന്നാൽ തന്നെ നമുക്ക് 3 മണിക്കൂറിന്റെ എക്സാം ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് വരാറുള്ളത്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ പ്രത്യേകം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. റിവിഷനും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. പിന്നെ നമുക്കുള്ളത് എക്സാമിന്റെ ടൈമാണ്. ഫസ്റ്റ് സെം എക്സാം ഈ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് 4 സെക്ഷൻ ആയിട്ടാണ് വരാറുള്ളത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടും സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി എന്നുള്ള രൂപത്തിലാണ് നമുക്ക് മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കാണാറുള്ളത്. അപ്പൊ ഈ ഒരു സെക്ഷൻ എയുടെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ അതിൽ 15 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 15 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 10 ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് ഏതിനാണ് ഉത്തരം എഴുതാൻ പറ്റുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം മാത്രം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്ക് വീതമാണ് നമുക്കുള്ളത്. അപ്പൊ ഈ 1 മാർക്കാണെന്ന് കരുതിയിട്ട് സ്കിപ്പ് ചെയ്ത് കളയരുത്. സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പേപ്പറാണ് മലയാള കവിത ആധുനികം എന്നത്. അപ്പൊ അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് കരുതിയിട്ട് വെറുതെ എഴുതാതിരിക്കരുത്. അല്ലെങ്കിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് 10 ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ 2 മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, 2 മാർക്ക് ആണെന്ന് കരുതി സിമ്പിൾ ആക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അര പേജെങ്കിലും ആൻസേഴ്സ് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 2 മാർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു അര പേജെങ്കിലും ആൻസേഴ്സ് എഴുതാനായിട്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻസേഴ്സ് അറിയാവുന്ന ആൻസേഴ്സ് ആണോ അല്ലെങ്കിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നിടത്തോളം ആൻസേഴ്സ് എഴുതി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ എഴുതുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് താഴെ മാർക്ക് ചെയ്യാൻ വേണ്ടി വിട്ടു പോകരുത്. മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് റെഡിങ്ങോ അല്ലെങ്കിൽ ഗ്രീനിങ്ങോ ഒന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ സ്കെച്ച് പെന്നും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഒന്നെങ്കിൽ പെൻസിൽ വെച്ചോ അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ടോ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിടാവുന്നതാണ് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ ടോട്ടൽ നമുക്ക് 12 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 5 മാർക്ക് വീതമാണ്. അപ്പോൾ 1 പേജെങ്കിലും ആൻസേഴ്സ് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം മാർക്ക് അനുസരിച്ച് നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചൊന്നും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെങ്കിൽ മാത്രമേ മലയാളത്തിൽ നമുക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിനനുസരിച്ച് ആൻസേഴ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെക്ഷൻ ഡി ആണ്. സെക്ഷൻ ഡിയിൽ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ടോട്ടൽ. ആ 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സ് എഴുതണം. എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ
കണ്ടന്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. അപ്പം അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്യാവശ്യം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. മിനിമം ഒരു 3 പേജെങ്കിലും നിങ്ങൾ ആൻസേഴ്സ് എഴുതി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോപ്പർ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ടെൻഷൻ ആവാതെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേപ്പറാണ് നമുക്ക് ഈ ഒരു മലയാള കവിത ആധുനികം എന്ന് പറയുന്ന പേപ്പർ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഫസ്റ്റ് സെമ്മിന്റെ ഒരുപാട് പേപ്പേഴ്സ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ചെക്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്